ജനകീയ സമരങ്ങളെ കേസെടുത്ത് ഭയപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ ശക്തമായി നേരിടുമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. പുൽപ്പള്ളി സമരത്തിന്റെ പേരിൽ ഒരാൾക്കെതിരെയെങ്കിലും കേസുണ്ടായെങ്കിൽ ശക്തമായ പ്രതികരണമുണ്ടാകും. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത വ്യാഴാഴ്ച കൽപ്പറ്റയിൽ ഉപവസിക്കും. വൈകിട്ട് നടക്കുന്ന റാലിയിൽ 10,000-ലേറെ പേർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കാടും നാടും വേർതിരിക്കുക, ഫെൻസിംഗ് ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുക, ഉദ്യോഗസ്ഥരുടെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക തുടങ്ങി 16 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുന്നത്. സമരത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 22-ന് വ്യാഴാഴ്ച കളക്ടറേറ്റിന് മുൻപിൽ ഉപവാസ സമരവും പ്രതിഷേധ റാലിയും സംഘടിപ്പിക്കും. ഉപവാസത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 101 പേരാണ് പങ്കെടുക്കുക. വൈകിട്ട് കൈനാട്ടി ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്ന റാലി നടക്കും. 10,000-ലേറെ പേർ റാലിയിൽ അണിനിരക്കുമെന്ന് ഇവർ പറഞ്ഞു. രൂപതയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളായി 501 പേരുടെ സാന്നിധ്യമുണ്ടാകും. അതോടൊപ്പം തന്നെ അഭിമന്യ പിതാക്കന്മാരും ആ ഉപവാസ സമരത്തിൽ പങ്കുചേരുന്നുണ്ട്. തുടർന്ന് 3 മണിക്ക് കളക്ടറേറ്റ് ബൈപ്പാസ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി കളക്ടറേറ്റിന് മുന്നിലൂടെ വന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും. അവിടെയാണ് പൊതുസമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെ ഏകദേശം ഈ റാലിയിൽ ഒരു 10,000-ലധികം വരുന്ന ഒരു ജനപങ്കാളിത്തമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. സമാപന സമ്മേളനം തലശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്യും. മാനന്തവാടി രൂപതാധ്യക്ഷൻ ജോസ് പൊരുന്നേടം അധ്യക്ഷനാകും. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. കോട്ടയം സഹായമെത്രാൻ ജോസഫ് പണ്ടാരശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ജനകീയ സമരങ്ങളെ കേസെടുത്ത് ഭയപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ ശക്തമായി നേരിടുമെന്ന് ഇവർ പറഞ്ഞു. കേസുകൾ കൊണ്ട് അടിച്ചമർത്താൻ വേണ്ടി പരിശ്രമം നടക്കുന്നു. അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നു. അത് ഇപ്പൊ എനിക്കും കേസുണ്ട്. പക്ഷെ കേസെടുത്ത് ഞങ്ങളെ ഭയപ്പെടുത്തി പിന്നോട്ടടിപ്പിക്കാമെന്ന ചിന്ത ഇവിടുത്തെ അധികാരികൾക്കുണ്ടെങ്കിൽ അത് നടപ്പാകുന്ന പ്രശ്നമല്ല. അതിൻ്റെ കേസിന് പേരുകളുള്ള എല്ലാ കർഷകരെയും ഒന്നിപ്പിച്ച് നിർത്തി അവർക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അത് കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടക്കുന്ന പ്രക്ഷോഭം രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നതുകൂടിയാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.